السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزغت عن بصائرنا غشوة الغواية، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. സ്നേഹധരണീയരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദീനിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനുമെല്ലാമുള്ള മഹത്തായ ഒരവസരം അവൻ നമുക്ക് അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരവസ്ഥാവിശേഷത്തെ അനുകൂലമാക്കിയ റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ മതത്തിലെ ഒരംഗമാകാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഉമ്മത്തിൽ കാലഘട്ടങ്ങൾ മുന്നോട്ട് ബഹിർഗമിക്കുമ്പോൾ കക്ഷിത്വങ്ങൾ ഉടലെടുക്കുമെന്നും ആ സമയത്ത് അവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നും അതിലേതാണ് സത്യത്തിൻ്റെ കക്ഷിയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. അവിടുന്ന് പറഞ്ഞുവല്ലോ, ജൂതന്മാർ 71-2 കക്ഷികളായി ഭിന്നിച്ചുപോയി, ക്രിസ്ത്യാനികളും 71-2 സംഘങ്ങളായി പിരിഞ്ഞുപോയി. എൻ്റെ സമുദായം 73 കക്ഷികളായി ചേരിതിരിയുമെന്ന് അവിടുന്ന് അന്നേ പറഞ്ഞതാണ്. ആ പറഞ്ഞ 73 വിഭാഗങ്ങളിൽ 72 നരകത്തിലേക്കുള്ളവരാണ്, വിജയിക്കുന്ന വിഭാഗം ഒന്നു മാത്രമാണ് എന്ന് നമുക്കറിയാം. ആ വിജയികളുടെ സ്വഭാവ ഗുണങ്ങളും പ്രത്യേകതകളും മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വഹാബിമാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ആ വിജയിച്ച കക്ഷി ആരാണെന്ന് ചോദിച്ചാൽ, ഞാനും എൻ്റെ സ്വഹാബിമാരും സ്ഥിതി ചെയ്ത മാർഗത്തിൽ നിലകൊണ്ടവർ എന്നുള്ളവരാണ്. ഇവിടെ ഞാനും എൻ്റെ സ്വഹാബത്തും സ്ഥിതി ചെയ്ത മാർഗത്തിലുള്ളവർ എന്നാണല്ലോ അവിടുന്ന് പറഞ്ഞത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ പാതയിൽ നിലയുറപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്കെല്ലാം പറഞ്ഞു തന്ന അടയാളമാണ്
ഈ ഒരു കാര്യം. ഈ പറയപ്പെട്ട വിഭാഗത്തെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് വിളിക്കപ്പെടുന്നത്. ഫിറഖത്തുൻ നാജിയ, ത്വായിഫത്തുൽ മൻസൂറ, അൽ ഖുറബ, ഇതൊക്കെ ആ വിഭാഗത്തിൻ്റെ മറ്റു പേരുകളാണ്. ഈ കക്ഷിയിൽ അണിചേരുന്നവർ മാത്രമാണ് യഥാർത്ഥ വിജയികൾ. ഈ റൂട്ടിൽ നിന്നും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിഴച്ച കക്ഷികളായി, പുത്തൻവാദികളായി നമ്മൾ മാറുകയാണ്. പരിശുദ്ധ ദീൻ പഠിപ്പിക്കാത്ത പല വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ മതത്തിൻ്റെ പേരിൽ കടത്തിക്കൂട്ടുകയും അവക്കെല്ലാം ശ്രേഷ്ഠതകൾ കൽപ്പിച്ച് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു പ്രത്യക്ഷ ലക്ഷണമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നും വീക്ഷിക്കുന്ന ആളുകൾക്ക് അവർ പ്രിയങ്കരരും മതത്തിൻ്റെ സജീവ വക്താക്കളുമായിരിക്കും. എന്നാൽ പ്രമാണങ്ങളിലേക്ക് കണ്ണോടിച്ച് അവരെ അതിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ അവരുടെ സജീവതയുടെയും ആത്മീയതയുടെയും നിരർത്ഥകതയും ശൂന്യതയും നമുക്കപ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ സലഫുസ്വാലിഹീങ്ങളായ പൂർവികരുടെ പാതയിലൂടെ ആയിരിക്കണം നമ്മൾ ചരിക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ആദ്യം ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തത് ആ പറയപ്പെട്ട സലഫുകളാണ്. സലഫുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അവിടുത്തോട് സഹവസിക്കുകയും ചെയ്ത സ്വഹാബികളാണ് അവരിൽ മുൻപന്തിയിൽ. പിന്നീട് അവരുടെ അടുത്ത തലമുറയായ താബിഈങ്ങൾ, പിന്നീട് അവരുടെ അടുത്ത തലമുറയായ തബഉ താബിഈങ്ങളാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും നടപ്പിൽ വരുത്തിയവരാണവർ. ആ നല്ല മുൻഗാമികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എൻ്റെ കൂടെ ജീവിച്ച സ്വഹാബികളാണ്, പിന്നീട് അതിനടുത്ത തലമുറയാണ്, പിന്നീട് അതിനടുത്ത തലമുറയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയിലുള്ള തർക്കപ്രശ്നങ്ങൾ മേൽപ്പറഞ്ഞ പൂർവികരുടെ പാത അവലംബിക്കാത്തതാണ് ഇന്ന് നമുക്കിടയിലുള്ള സകല പ്രശ്നങ്ങളുടെയും കാരണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ സലഫുകളുടെ പാത എപ്പോഴാണോ നമ്മൾ കൈവെടിയുന്നത്, ആ സമയം മുതൽ നമ്മുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. ഓ നബിയെ പറയുക, പ്രവൃത്തികൾ ഏറ്റവും നഷ്ടപ്പെട്ടവരെ കുറിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ചെയ്ത നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ നബിയെ എന്നല്ല പറയുന്നു. അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ ഇങ്ങനെയുള്ളൊരു കൂട്ടരാകുന്നു. എങ്ങനെയുള്ളവർ? ദുനിയാവിലെ പരിശ്രമങ്ങളെല്ലാം അവർക്ക് പിഴച്ചു പോയിരിക്കുന്നു. എന്നാൽ അവർ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല പ്രവർത്തികളാണെന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു പറയുന്നു, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ആ കൂട്ടർ തങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും
അവനുമായി കണ്ടുമുട്ടുന്ന ദിവസത്തിലും അവിശ്വസിച്ചവരാണ്. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഖിയാമത്ത് നാളിൽ നാം അവർക്ക് യാതൊരു തൂക്കവും നന്മയിൽ നിന്ന് നിലനിർത്തുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ മതം പൂർത്തിയാക്കപ്പെട്ടതാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ എന്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതമിതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം, വഹുവൽ ഇസ്ലാം, ഇത് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. അഖ്ബറല്ലാഹു നബിയഹു വൽ മുഅ്മിനീൻ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും അല്ലാഹു ഈ ഈമാനിനെ കുറിച്ച് അറിയിച്ചു തന്നിരിക്കുന്നു. അന്നഹു അക്മല ലഹുമുൽ ഈമാൻ ഫലാ യഹ്താജൂന ഇലാ സിയാദത്തി അബദാ. ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ ആവശ്യമില്ലാത്ത വിധം ഈ മതത്തെ അല്ലാഹു പൂർത്തിയാക്കി എന്നുള്ളതാണ്. വഖദ് അതമ്മഹുല്ലാഹു ഫലാ യൻഖുസുഹു അബദാ. അതിലൊന്നും കുറച്ചു കളയാനില്ലാത്ത വിധം അല്ലാഹു അതിനെ പരിപൂർണമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, വഖദ് റളിയഹുല്ലാഹു ഫലാ യസ്ഖുതുഹു അബദാ. അതിനെ ഒരിക്കലും വെറുക്കാൻ പാടില്ലാത്ത വിധം ഈ മതത്തെ അല്ലാഹു തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മതത്തെക്കുറിച്ചുകൊണ്ടുള്ള, ഈ മതം നമുക്ക് നൽകിയ നാഥനെ കുറിച്ചുകൊണ്ടുള്ള, ഈ നാഥൻ നമ്മിലേക്ക് പറഞ്ഞയച്ച പ്രവാചകനെ കുറിച്ചുകൊണ്ടുള്ള തൃപ്തീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മളെല്ലാം നടത്തുന്നത്. എല്ലാ ദിവസവും റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. റദീതു ബില്ലാഹി റബ്ബാ, എൻ്റെ റബ്ബ് അള്ളയാണെന്നുള്ളതിൽ ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിൻ്റെ മതമാണെന്നുള്ളതിലും ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളതിലും ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് ഈ മതത്തിൽ ആവശ്യമായ സർവ്വനിർദ്ദേശങ്ങളും പ്രശ്നപരിഹാരങ്ങളും എല്ലാം നമുക്ക് ഹബീബായ റസൂലുള്ളാഹിയിലൂടെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലിനി ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ചുരുക്കം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും മിനൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബിഹി. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖർരിബുക്കും മിനൻ നാർ ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു. ആ ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല. മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. ആരാണ് അദ്ദേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണം പ്രവാചകൻ അന്തി ഉറങ്ങുന്ന നാട്ടിലൂടെ, മദീനയിലൂടെ വാഹനപ്പുറത്ത് സഞ്ചരിക്കാത്ത മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹം ആരായിരുന്നു? മദീനയിലെ മുദർരിസായിരുന്നു സുദീർഘകാലം, ഖാളിയായിരുന്നു സുദീർഘകാലം, മുഅല്ലിമായിരുന്നു സുദീർഘകാലം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കിയ മഹാമനീഷികയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമുക്ക് കാണാം, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ആരെങ്കിലും മതത്തിൽ ഒരു പുതുതായ കാര്യം ഉണ്ടാക്കിയാൽ യറാഹ ഹസന, അതിനെ നല്ലതാണെന്ന് അവൻ അഭിപ്രായപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. സുബ്ഹാനല്ലാഹ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ പ്രവാചകൻ തൻ്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. ഒരു ബിദ്അത്ത് നല്ലതല്ലേ, നല്ലതാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ദിക്റുകൾ, ദുആകൾ, അന്നദാനങ്ങൾ, അതുപോലെയുള്ള മദ്ഹുകൾ, അതുപോലെ പുണ്യം വെച്ചുകൊണ്ടുള്ള മറ്റുള്ള പ്രവൃത്തികൾ ഇസ്ലാമിലേക്ക് പ്രത്യേകം കൊണ്ടുവരുന്ന ആളുകൾ വാദിക്കുന്നത് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് മഹാനവറുകൾ ഒരു ആയത്ത് കൊടുത്തു, ലി അന്നല്ലാഹ യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. കാരണം തീർച്ചയായും അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഈ ദീനിനെ ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അവസാനത്തിൽ കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ്? ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്തത് എന്തൊക്കെയാണോ അത് ഇന്നും ദീനാകാൻ പാടുള്ളതല്ല, അത് ഇന്നും ദീനല്ലാത്തതാണ്, ദീനിലില്ലാത്തതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, തബൗ താബിഈങ്ങളുടെ കാലത്ത് എന്തായിരുന്നോ ദീനായി പഠിപ്പിക്കപ്പെട്ടത് അതേ ഇന്നും ദീനായി പഠിപ്പിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷാത്തിബിയുടെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിലാണ് ഈ വചനം നമ്മൾ വായിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ റബീഉൽ അവ്വലിൻ്റെ അതിൻ്റെ ആഘോഷ തിമിർപ്പിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണാൻ പോവുകയാണ്. നബിദിനാഘോഷം അന്ന് ദീനായിരുന്നോ, അന്നത് സ്വഹാബത്ത് നിർവഹിച്ചിരുന്നോ, അതവർ കാണിച്ചു തന്നിരുന്നോ എന്ന് നോക്കിയാൽ അവർ അങ്ങനെയൊരു അമല് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നമുക്കിടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ സമ്പ്രദായം അന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനമാകുന്ന ഈ ആഘോഷം ആചരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്. 2006 EK സമസ്തക്കാരിറക്കിയ അൽ മുഅല്ലിം മാസിക, ഏപ്രിൽ മാസത്തിലിറങ്ങിയ ആ മാസികയിൽ അതിൻ്റെ 7ാമത്തെ പേജിൽ ആരാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ? മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് സ്വദേശിയായ EK വിഭാഗത്തിൻ്റെ അറിയപ്പെട്ട പണ്ഡിതനായ KT മാനു മുസ്ലിയാരാണ്. ആ അൽ മുഅല്ലിം മാസികയിൽ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്മാരുടെയോ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഇതാണ് മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിലും ചില ഉസ്താദന്മാർ, മുസ്ലിയാക്കന്മാർ, പ്രത്യേകിച്ച് ഹംസക്കോയ ബാക്കവി മുന്നിയൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ, അദ്ദേഹം പറയുന്നത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ 40 ആയത്തുകൾ തെളിവുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേ ആദർശക്കാരായ വിഭാഗക്കാർ പറയുന്നു, പ്രവാചകന്റെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്മാരുടെയോ ജന്മദിനം ആഘോഷിക്കുന്ന സമ്പ്രദായം നിലവിലില്ല. പിന്നെ എവിടുന്ന് കിട്ടിയത് നമുക്കത്? ഇത് തന്നെയല്ലേ മൗലിദവാദിയായ തഴവയും പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയയുടെ 3ാമത്തെ വാള്യത്തിൽ 50ാമത്തെ പേജിൽ എന്താ പറഞ്ഞത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. കേട്ടോ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന വരികളാണിത്. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. അപ്പൊ നബിയുടെ കാലഘട്ടത്തിലില്ല, താബിഈങ്ങളുടെ കാലഘട്ടത്തിലില്ല, തബഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിലില്ല എന്ന് മൗലിദ് വാദിയായ സമസ്തക്കാരനായ ഈ പറയപ്പെട്ട മവാഹിബുൽ ജലിയയിൽ തഴവ തന്നെ പറയുകയാണ്. ഹിജറ 300 പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും ഉത്തമ തലമുറയുടെയും കാലം എവിടെ കിടക്കുന്നു? പക്ഷെ ഈ വരികളെ വരെ നിരന്തര മുജാഹിദ് വിഭാഗത്തിൻ്റെ സ്റ്റേജുകളിൽ നിന്ന് ഈ വചനങ്ങൾ നമ്മൾ ഉദ്ധരിക്കാൻ തുടങ്ങിയപ്പോൾ, അതവർക്കൊരു വലിയ തലവേദനയായപ്പോൾ ഒരു മുസ്ലിയാർ അതിന് പുതിയൊരു ദുർവ്യാഖ്യാനവുമായി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ തഴവ പറഞ്ഞത് മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. കഴിക്കൽ എന്ന് പറഞ്ഞാൽ മന്തി കഴിക്കൽ, അതുപോലെ ബിരിയാണി കഴിക്കൽ,
മട്ടൻ ബിരിയാണി കഴിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഒരു മുസ്ലിയാർ അതിഗംഭീരമായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. രാജാവ് എന്താക്കി? വലിയ ഭക്ഷണോ കാശൊക്കെ ചെലവാക്കി, വരുന്നവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യും. കിതാബുകളിലുണ്ട്, അതൊന്നും ഇപ്പൊ പറയാനല്ല നമ്മൾ ഇന്ന് ഒരുങ്ങിയത്. ഞാൻ സാന്ദർഭികമായി കുറച്ചു നിർത്തിയപ്പോൾ അങ്ങോട്ടൊക്കെ പോയി എന്നുള്ളൂ. മുസഫർ രാജാവ് ധാരാളം അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇന്നിപ്പോ നമ്മള് മുസഫർ രാജാവിനോട് തുടങ്ങി പോയി ഏത് ജനങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടായ വരിക. അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ റസൂലിനെ പറ്റി പറയുന്നത് കേൾക്കും. ഇന്നും ആ ആടുമന്തി ഉണ്ട് എന്ന് കേട്ടാൽ എന്താവും വരും. ആ മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ദേശം. കണ്ടല്ലേ? അപ്പൊ തഴവ് പറഞ്ഞത് എന്താണ്? മൗലീദ് കഴിക്കൽ എന്ന് പറഞ്ഞാൽ തിന്നല് ആ വിഷയത്തിൽ മുമ്പ് പതിവില്ലാത്തതാണ് എന്നുള്ളതാണ്. എന്നാലേ ഈ മുസ്ലിയാരുടെ ഈ വാദത്തെ കടക്കൽ കത്തിവെക്കുന്ന വാദമായി ഒരു തെളിവായിക്കൊണ്ട് ഇവരുടെ പള്ളി ദർസുകളിൽ ഇവർ ഓതാറുള്ള ഇആനത്തു ത്വാലിബീൻ, സയ്യിദുൽ ബക്കരിയുടെ ഇആനത്തു ത്വാലിബീനിന്റെ 3-ാം വാള്യത്തിൽ എന്താ പറഞ്ഞത്? ഖാലൽ ഇമാം അസ്സഹാവി ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ. ഈ വാക്കിൽ നിന്നാണ് തഴവ ആ വചനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. എന്താ സഹാബി പറഞ്ഞത്? നിശ്ചയമായും ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ, നിശ്ചയമായും ഈ മൗലീദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇന്ന അമലൽ മൗലിദി എന്നാണ്, അല്ലാതെ ഇന്ന അക്കലൽ മൗലിദി എന്നല്ല. മൗലിദ് തിന്നുന്ന സമ്പ്രദായം, കഴിക്കുന്ന സമ്പ്രദായം എന്നല്ല. അവിടെ കഴിക്കാൻ ഉദ്ദേശിച്ചത് എന്താ? അത് കൊണ്ടാടുക എന്നാണ്. പക്ഷെ അതിനെ വരെ മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ച് അത് അങ്ങനെയല്ല, അത് തിന്നലാണ്, അതിങ്ങനെ ഏത് സമയത്തും ആ ചിന്ത ചെയ്ത ആളുകൾക്ക് കഴിക്കുക എന്ന് കണ്ടാൽ അതേ തോന്നുള്ളൂ. അങ്ങനെയാണല്ലോ മൗലീദ് കഴിക്കുക, കണ്ണൂക്ക് കഴിക്കുക, അടിയന്തരം കഴിക്കുക, ഒക്കെ കഴിക്കലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ അതിനെ വരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇവർ അംഗീകരിക്കുന്ന മാസികകളിലും ഇവരുടെ പള്ളി ദർസിൽ ഓതിപ്പഠിപ്പിക്കപ്പെടുന്ന ഇആനത്തു ത്വാലിബീൻ, സയ്യിദുൽ ബക്കരിയുടെ ഇആനത്തു ത്വാലിബീനിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തഴവയുടെ മവാഹിബുൽ ജലിയയിലും ഒക്കെ പറഞ്ഞത് അത് പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളതല്ല. ഇനി നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് മടങ്ങി നോക്കൂ. മഹാനായ ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞത് എന്താണ്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് ദീനായിരുന്നത് എന്താണോ അതേ ഇന്നും ദീനാകാൻ പറ്റൂ. പ്രവാചകന്റെ കാലത്ത് ജന്മദിനാഘോഷം ആഘോഷിക്കൽ പറയപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരു പറയും അന്ന് മദ്ഹ് പറയലില്ലേ, അതല്ലേ ഇപ്പം ഞങ്ങൾ ചെയ്യണുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ സന്തോഷിക്കുകയും മദ്ഹ് പറയുകയും ചെയ്യുകയല്ലേ ഉള്ളൂ. എങ്കിൽ അതിന് പ്രത്യേകം പുണ്യം പഠിപ്പിച്ചതാരാ? ചില അറബി കിതാബുകളിൽ അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ, അത് ആ രൂപത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ചില പണ്ഡിതന്മാർ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയ ചില കിതാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ്. പക്ഷെ തെളിവുദ്ധരിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്തൊരു സംഗതിക്ക് എങ്ങനെ നമുക്ക് പുണ്യം നിശ്ചയിക്കാൻ പറ്റും? അതുകൊണ്ട് അന്നില്ലാത്ത ആ ആചാരം എങ്ങനെ മതത്തിൽപ്പെട്ടതാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതെങ്ങനെ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകതയുള്ളതാകും? ഇതെങ്ങനെ 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാകും? ഇത് ആഘോഷിക്കാത്തവർ എങ്ങനെ പുത്തൻവാദികളാകും? ഇത് കൊണ്ടാടുന്നവർ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും അവർ പരലോകത്ത് ചുളിവിൽ സ്വർഗത്തിലെത്തിപ്പെടുമെന്ന് അല്ലേ ചില ഉസ്താദന്മാർ എഴുതി വച്ചില്ലേ? ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ പുതുനിർമ്മിതികളായതുകൊണ്ട് തന്നെ ഇതെല്ലാം തള്ളപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിക്കാത്തൊരു കർമ്മം ആരെങ്കിലും ദീനിലേക്ക് കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നവനെയും കൊണ്ടുവന്നതിനെയും തള്ളണം. അത് പുത്തൻ ആചാരമാണെന്ന് നബി പഠിപ്പിക്കുകയാണ്. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു ആഘോഷം അന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് തള്ളപ്പെടണം. അത് ഇവർ തന്നെ സമ്മതിച്ചു. നമ്മൾ പറഞ്ഞിരുന്ന പ്രശ്നം വേണ്ട. പേരോട് സഖാഫി ഇത് ദീനിലില്ലാത്തതെല്ലാം തള്ളപ്പെടണം തന്നെ അദ്ദേഹം തന്നെ പ്രസംഗിക്കാൻ.
ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അതെ, അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളും സമ്മതിച്ചതാണ്. നബിയുടെ കാലഘട്ടത്തിൽ അതില്ല. പിന്നെ എങ്ങനെ അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാകും? സ്വഹാബികൾക്ക് ആ പുണ്യം കിട്ടിയോ? സലഫുകളായ 3 തലമുറകൾക്ക് ആ പുണ്യം കിട്ടിയോ? അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശൈഖിന് ആ പുണ്യം കിട്ടിയോ? അതുപോലെ റിഫായി ശൈഖിന് ആ പുണ്യം കിട്ടിയോ? അയിമ്മത്തുൽ അർബഇൽപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ആ പുണ്യം കിട്ടിയോ? ഇല്ല. ആ പുണ്യം ആരാണ്? നിങ്ങളെ വാദപ്രകാരം ആ പുണ്യം കൊണ്ടുവന്നതാരാണ്? അതാരാണെന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിൽ ഞാൻ പറയാം. ഇനി നോക്കൂ, നിങ്ങളെ നമ്മുടെ നാടുകളിലൊക്കെ വൈറലായ ഒരു പ്രഭാഷകനാണല്ലോ സിംസാറുൽ ഹഖ് ഹുദവി. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നു, നബിയുടെ കാലഘട്ടത്തിലുള്ളതല്ല, സഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ളതല്ല ഇത് എന്ന്. അതെ, അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ നിബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറഞ്ഞത് എന്താണ്? നബിയുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും ഇല്ല എന്നുള്ളത് ശരി തന്നെ. എന്നാൽ അന്നില്ലാത്തതൊക്കെ എതിർക്കപ്പെടേണ്ടതാണോ? അങ്ങനെ ആർക്കും വാദമല്ല. ഇവിടെ ഒരാൾ ബസ്സിൽ പോകുന്നുണ്ട്, കാറിൽ പോകുന്നുണ്ട്, ആധുനിക സംവിധാനങ്ങൾ, ഭൗതിക സംവിധാനങ്ങൾ, മതത്തിന്റെ ഭാഗമല്ലാത്തതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണെന്ന് നമ്മൾ ആരും പറയണില്ല. പക്ഷെ ഇവർ പ്രത്യേകം പ്രതിഫലം പഠിപ്പിക്കുന്ന, അതായത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് എന്നും 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നും പറയുമ്പോൾ അത് പ്രത്യേകം റസൂലുള്ളാഹി പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അതെവിടെയാണെന്നുള്ളത് നമ്മൾ ചോദിക്കണേ. പക്ഷേ ചില ഉസ്താദന്മാർ ചോദിക്കാറുണ്ട്, നബിയുടെ കാലഘട്ടത്തിൽ മോണിറ്റർ ഇല്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ലേ? നബിയുടെ കാലഘട്ടത്തിൽ ക്യാമറ ഇല്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ലേ? നബിയുടെ കാലഘട്ടത്തിൽ മൈക്കില്ല, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അതുകൊണ്ട് അത് ബിദ്അത്താകുമോ? ഇവര് പൊട്ടം കളിക്കുകയാണോ അതല്ല യഥാർത്ഥത്തിൽ പൊട്ടന്മാരായതുകൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ത് മൈക്ക് ഉപയോഗിച്ചാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം കിട്ടും, മൈക്ക ഇല്ലാതെ പ്രസംഗിക്കുന്നതിനേക്കാൾ പറയാറുണ്ടോ? കാറിൽ പോയാൽ 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷത്തേക്കാൾ വലിയ കൂലി കിട്ടും, നമ്മൾ പറയുന്നുണ്ടോ? അതൊക്കെ ചില ഭൗതിക സംവിധാനങ്ങളാണ്. ഇനി കാലം കഴിയുമ്പോൾ അത് വീണ്ടും മാറി വരും. അതിലൊന്നും നമ്മുടെ ഒരു മതത്തിൻ്റെ ആചാരമായി, മതത്തിൻ്റെ ഭാഗമായി ചേർത്ത് വായിക്കാറില്ല. അതാണ് സിൻസാറുൽ ഹഖ് ഹുദവി പറഞ്ഞത്. അന്നില്ലാത്തതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ടോ? ഇല്ല. മതത്തിൻ്റെ ഭാഗമല്ലാത്ത, മത പ്രമാണങ്ങൾക്കെതിരല്ലാത്ത ഭൗതിക സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതുപോലെയാണോ നബിദിനാഘോഷം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു ഭാഗത്ത് ഇവർ ഇത് നബിയുടെ കാലഘട്ടത്തിലില്ല എന്ന് ഈ വിഭാഗത്തിലെ ആളുകൾ പറയുമ്പോഴും സിൻസാറുൽ ഹഖ് ഹുദവിയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? മുസ്ലിയാക്കന്മാർ, ഒരു വിഭാഗം ചില മുസ്ലിയാക്കന്മാർ പറയുന്നത് ഈ മൗലിദാഘോഷം, നബിദിനാഘോഷം ആദ്യമായി ആഘോഷിച്ചതാരാണ്? മഹാനായ നബിതങ്ങളാണ് എന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആടിനെ അറുത്ത് വിതരണം ചെയ്തു എന്ന് പറയുന്നത് പച്ചക്കളവാണ്. കാരണം ഇവരുടെ ഉസ്താദന്മാർ തന്നെ പറഞ്ഞു അന്നില്ലാത്ത ആഘോഷമാണത്. ഇവിടെ അൽ മുഅല്ലിം മാസികയിൽ പറഞ്ഞു അന്നില്ലാത്തതാണ്. തഴവ പറഞ്ഞു അന്നില്ലാത്തതാണ്. പള്ളി ദർസുകളിൽ ഓതി പഠിപ്പിക്കുന്ന അതേ ഇയാനത്ത് ത്വാലിബീനിൽ സയ്യിദുൽ ബക്കരിയുടെ ഇയാനത്ത് ത്വാലിബീനിലെ 3-ാം വാള്യത്തിൽ പറയുന്നു നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ എങ്ങനെയാണോ ഇത് എന്താ പറയുക, നബി ആഘോഷിച്ചു, നബിയാണത് ഉദ്ഘാടനം ചെയ്തെന്ന് പറയാൻ പറ്റുക? അപ്പൊ ഈ വൈരുദ്ധ്യം എങ്ങനെയുണ്ടായി? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഈ മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പച്ചക്കളവ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ കദബ അലയ്യ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ.
എൻ്റെ മേൽ ആരാണോ കളവ് പറയുന്നത് അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ. അപ്പം ഈ പറഞ്ഞ മുസ്ലിയാരപ്പം നമ്മൾ ഏത് വിഭാഗത്തിൽ എണ്ണണ്ട് നമ്മൾ പറയണില്ല, ശ്രോതാക്കളായി നിങ്ങൾ തീരുമാനിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ കാലത്ത് ഇത് ഉണ്ട് എന്ന് പറയുന്നവർക്കുള്ള തെളിവെന്താ? പൊന്മള പറയുന്നുണ്ട്. ഏതാണ് അവർക്ക് അവലംബിക്കാനുള്ള പ്രധാന തെളിവെന്ന് അദ്ദേഹം പറയുന്നൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ ഏതായിരുന്നാലും നബി തങ്ങളുടെ കീർത്തനങ്ങൾ നടത്തുക എന്നത് നബി നടത്തിയതും സഹാബത്ത് നടത്തിയത് നബി തങ്ങൾ അംഗീകരിച്ചതുമാണ്. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ആ ദിവസം തന്നെ പ്രത്യേകമായി ഒരു അമൽ കൊണ്ട് ആദരിക്കുക എന്നത് നബി തങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തതുമാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഖുലഫാഉർ റാഷിദുകളെല്ലാം ഈ മൗലിദ് പരിപാടി നടത്തിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലമീൻ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞു. അപ്പൊ പൊന്മള പറഞ്ഞത് നിഅമത്തുൽ കുബ്രയിൽ ഇബ്നു ഹജർ പറഞ്ഞു എന്നാണ്. വലിയ നിഅമത്തായിട്ട് കൊണ്ടുവരുന്ന തെളിവാപ്പത്. ഇതിപ്പോ ആരാന്നറിയങ്ങള്? സമസ്തയുടെ AP സമസ്തയുടെ വലിയ എന്താ പറയാ മുഫ്തിയായി അറിയപ്പെടുന്ന ആളാണ് പൊന്മള. അദ്ദേഹം ഒരു മതരംഗത്ത് ഏറ്റവും നിർണായകമായ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണെന്ന് പഠിപ്പിക്കപ്പെട്ട, 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഈ നബിദിനം ആഘോഷിക്കുന്ന പറഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും ഓൻ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ സഹോദര, അതിനൊക്കെ തെളിവ് നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബാണ്, ഇബ്നു ഹജറിന്റെ കിതാബാണെന്നൊക്കെ പറയുമ്പോൾ ശ്രോതാക്കൾ വിചാരിക്കുന്നത് ഇബ്നു ഹജർ അസ്കലാനിയാണ്. അതായത് സ്വഹീഹുൽ ബുഖാരിക്ക് 25 കൊല്ലമെടുത്ത് ത്യാഗോജ്വലമായ പരിശ്രമങ്ങളിലൂടെ ശറഹ് എഴുതിയ മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു ഹജർ അസ്കലാനി അല്ലാതെ ഇവരുടെ പല ഖുറാഫാത്തുകൾക്കും കൂട്ടുപിടിക്കുന്ന, തെളിവ് പിടിക്കുന്ന ഇവരുടെ വലിയ ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന ഇബ്നു ഹജറിൽ ഹൈത്തമിയുടെ ഗ്രന്ഥമാണ് ഈ നിഅമത്തുൽ കുബ്ര എന്നുള്ളതാണ്. ആരാ പറഞ്ഞത്? അതാണത്ര ഇവർക്ക് മൗലിദ് ആഘോഷിക്കാനുള്ള തെളിവായിട്ട് കൊണ്ടുവരാനുള്ളത്. എന്നാൽ അങ്ങനെ ഒരു ഗ്രന്ഥം ഇബ്നു ഹജറിനുണ്ടോ? നമ്മൾ പറയണ്ട, പേരോട് പറയട്ടെ, പേരോട് സഖാഫി പറയട്ടെ. നബിയാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രചിച്ച ഇത്മാമുൻ നിഅമത്തിൽ കുബ്ര അലൽ ആലം ബിമൗലിദി സയ്യിദി വൽദി ആദം എന്ന മഹത്തായ മൗലിദ് ഗ്രന്ഥത്തിൽ നിഅമത്തുൽ ആലം എന്ന പേരിൽ ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് തുർക്കിയിൽ നിന്ന് അച്ചടിച്ച് കിട്ടി അയച്ചു തന്ന ഒരു മൗലിദ് കിതാബ് എന്ന പേരിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടേതാണ് എന്ന പേരിൽ അച്ചടിക്കപ്പെട്ട ഒന്ന് ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു. അത് ഏകദേശം 40 വർഷത്തിൻ്റെ മേലെയായി. പക്ഷേ ആ അച്ചടിച്ച് കിട്ടിയത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ നിഅമത്തുൽ കുബ്ര എന്ന മൗലിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല. കാരണം അത് വായിക്കുമ്പോൾ തന്നെ അത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റേതല്ല എന്ന് ബോധ്യപ്പെട്ടു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു 3 മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലുതാണ് ഇത്മാമുൻ നിഅമത്തിൽ കുബ്ര അലൽ ആലം ബിമൗലിദി സയ്യിദി വൽദി ആദം എന്ന മൗലിദ് കിതാബ്. അത് ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദുകളെ സംബന്ധിച്ചൊക്കെ പറയുന്ന കിതാബും കൂടി നോക്കുമ്പോൾ അത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടേതാണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ അല്ല എന്നും വ്യക്തമായി ബോധ്യപ്പെട്ടു. കഴിഞ്ഞ കൊല്ലം ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ പഠനം നടത്തി. അപ്പോൾ കേരളത്തിൽ അത് ഫ്രീ ആയിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് അച്ചടിച്ചിങ്ങനെ ഒരാൾ വിതരണം ചെയ്യുന്നുണ്ട്, വലിയ പൈസ. അപ്പം ഇത് പേരോട് സഖാഫിയോടും അതുപോലെയുള്ള സഖാഫിമാരോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ഉസ്താദിന് പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കണത്, പൊന്മളക്ക് പോയി പറഞ്ഞു കൊടുക്കണം. അതൊരിക്കലും ഇബ്നു ഹജറിന്റെ ഗ്രന്ഥമല്ല, ആ ഗ്രന്ഥമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തിയാലും ശരി, നിഅമത്തുൽ കുബ്രയിൽ ഉണ്ടെങ്കിലും ശരി, അതെങ്ങനെയാണോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻഗാമി പ്രവാചകന്റെ കാലഘട്ടത്തിലെ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും പഠിപ്പിക്കാത്ത ആ സംഗതി ആര് പറഞ്ഞാലും പിന്നെ എങ്ങനെ തെളിവാകുക? കാരണം നമുക്ക് കൂറ് അള്ളാഹുവോടാണ്, അവൻ്റെ റസൂലിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. സഹാബികൾ അതിനെ കണ്ട് എന്ത് മനസ്സിലാക്കിയോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. അതാണ് സലഫുകളുടെ ജീവിത രീതി. അതാണ് എൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തെ ഞാൻ വീണ്ടും പറഞ്ഞത്. എൻ്റെ അന്ന് ദീനായത് എന്താണോ അതേ ഇന്നും ദീനാകാൻ പാടുള്ളൂ എന്ന് ഇമാം മാലിക് ബിൻ അനസ് പറയാൻ കാരണം. കണ്ടല്ലോ, ഇപ്പോഴും ഈ കളവ് പൊക്കി പിടിച്ചിട്ട് നമ്മളെ ഈ മർക്കസിൽ പഠിക്കുന്ന കുറേ സക്കാഫി കുട്ടികൾ പല മുഖാമുഖങ്ങളിലും ഇതാ നിഅമത്തുൽ കുബറയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖാമുഖ വേദികളിൽ വന്നുകൊണ്ട് ചോദിക്കാറുണ്ട്. ഏറ്റവും അവസാനം പോലും വന്ന മുഖാമുഖം ഏതറിയോ? അതും ചോദിച്ചിട്ട് 2015 അവസാനത്തിൽ കൊടുവള്ളിയിൽ നടന്ന ഒരു മുഖാമുഖമാണ്. ആ മുഖാമുഖത്തിൽ ഒരു ഉസ്താദ്, ഒരു സഖാഫി കുട്ടി അതുമായി വന്നപ്പോൾ അതിന് നമ്മൾ കൊടുത്ത മറുപടിയും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതാ പ്രശ്നം. ഈ സംഭവം നിഅമത്തുൽ കുബ്രായിൽ കൊണ്ടുവന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പച്ച കള്ളത്തരം കൂട്ടിക്കെട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലുണ്ടെങ്കിൽ കടത്തിക്കൂട്ടി തന്നെയാണ്, ഒരു സംശയം. ഇതുണ്ട് ഉറപ്പാണല്ലോ. നിഅമത്തുൽ കുബ്രായിൽ ഇതിലില്ലേ? നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് മത്ബൂആയി ലഭ്യമേ അല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സഖാഫി ഒന്നല്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നു. പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ കിതാബുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇൻഷാല്ലക്ക് എത്ര കാലാവധി? കാലാവധി എത്ര? ഇൻഷാല്ലക്ക് എത്ര കാലാവധി ഉണ്ട്? ഇൻഷാല്ലക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന കിതാബിനെ ചവിട്ടി കൂട്ടി എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? അടുത്ത വെള്ളിയാഴ്ച മുഖാമോട്ട് കൊണ്ടുവരും. നിങ്ങളുടെ മർക്കസിലേക്ക് വന്നോളൂ, ഞങ്ങൾ ഹലോ മർക്കസ് തുറന്നിട്ട് മുറ്റല്ലേ, എവിടേക്ക് വരാലോ. അങ്ങനെ ഈ കേസുഞ്ഞാള് പോയി തന്നെ ആകെ ഇടങ്ങാറായിരിക്കും. പിന്നെ ഞങ്ങൾ വന്നാല് നിങ്ങൾ ഓഫീസിലേക്ക് നമ്മൾ വരാനാ? അത് മാത്രല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച മുഖാമുഖണ്ട്. ഓക്കെ, ഇമാമിങ്ങളെ കാഫിറാക്കലും അവരെ കള്ളന്മാരാക്കലും നിങ്ങളെ പതിവാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് ഈ വിഷയത്തിൽ ഇത് കേൾക്കി, ഇത് മുഴുവനാക്കണ്ടേ? നിങ്ങൾ ഇൻഷാല്ലാഹ് പറഞ്ഞ് പോയാൽ പറ്റുന്നില്ല, തീരുമാനിക്കണമല്ലോ. ഞാൻ പറയുന്നു, ഇമാം ഷാഫിയുടെ പേര് ശുദ്ധമായ കളവാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇമാം ഷാഫിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇബാറത്തുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് 1 വർഷം സമയം തരാം. 1 വർഷം. ഇന്ന് ഡിസംബർ 15, 2016 ഡിസംബർ 15 വരെ സമയം തന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പറയുന്നു, ഖിയാമത്ത് വരെ കിട്ടിയാലും കൊണ്ടുവരാൻ കഴിയില്ല. 2 ഇമാം ഷാഫിയുടെ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബുകൾ കാണിക്കാൻ കഴിയുമോ? അതും പറയുന്നു ഇല്ല. ആ ഒരു കൊല്ലം അതിലും പിടിച്ചോളി, അതും കാണിക്കാൻ കഴിയില്ല. ഇനി ഇമാം ഷാഫിയിൽ നിന്ന് മതം പഠിച്ച ലോകത്തറിയപ്പെട്ട എത്ര ആലിമീങ്ങളുണ്ട്? ഇമാം മാലിക്കിനെ പോലും, ഇമാം അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ. ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുല്ലാഹി കിതാബിലുണ്ടോ ഇമാം ഷാഫി പറഞ്ഞു വന്നിട്ട്? ഇനി വേണ്ട, ഇമാം ഷാഫിയുടെ കേക്ക് ഇത് മെച്ചുണ്ട്, ഇത് നരമ്പുമ്പോ പിടിക്കും. ഇമാം ഷാഫിയുടെ ഉദ്ധരണികളെ ഏറ്റവും അധികം ഉദ്ധരിച്ച ആളാണ് ഇമാം ബൈഹഖി. ഷാഫി മദ്ഹബുകാരനാണ്. ആ ഇമാം ബൈഹഖി എവിടെയെങ്കിലും ഉദ്ധരിച്ചുവോ? ഇമാം ഷാഫി പറഞ്ഞത് ഇല്ല. ഇനി ഷാഫി മദ്ഹബിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത 2ാം ഷാഫിഈ ഇമാം നബവി റഹിമഹുല്ലാ, ആ ഇമാം നബിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇമാം ഷാഫിയുടെ ഈ ഉദ്ധരണി കൊടുത്തുവോ? ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. എല്ലാത്തിനും ഓരോ കൊല്ലം വെച്ച് തരാം, എന്നാലും വേണ്ടില്ല, കാണിക്കാൻ കഴിയില്ല. പിന്നുള്ളത് നിഅമത്തുൽ കുബ്ര എന്ന കിതാബിൽ ഉണ്ട്. അങ്ങനത്തെ കിതാബ് നിങ്ങൾ കണ്ടക്കണോ? ആ നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടക്കണോ? നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. ആ ബുക്ക് അബ്ദുൽ സഖാഫി കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ കിതാബ് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഇനി ചിലപ്പോൾ മൗലവി തട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി ആ നിഅമത്തുൽ കുബ്ര എന്നുള്ള വലിയ നിഅമത്തായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് കാര്യമില്ല. കേട്ടല്ലോ. അപ്പൊ അവിടെയും നിഅമത്തുൽ കുബ്രയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സഖാഫി കുടുങ്ങിയതാണ്. ആ വെല്ലുവിളി നമ്മൾ നടത്തിയിട്ട് ഇന്നത്തേക്ക് 8 കൊല്ലമായി. ഇപ്പോഴും ആ ഉസ്താദന്മാർ ആ ഗ്രന്ഥം കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടില്ല. അപ്പൊ ദീന് പഠിച്ചവരാണ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള തലപ്പാവുധാരികളായ, നീളം കുപ്പായം ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിലെ പാവപ്പെട്ട സഹോദരിമാരെയും സഹോദരങ്ങളെയും ഇത് വലിയ ദീനിൽ വലിയൊരു പുണ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ബിദ്അത്തുകൾ ചെയ്യിപ്പിച്ച് ആ ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന സലഫികൾക്കെതിരെ ഇവർ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ്, ഇവരാണ് ബുദ്ധൻവാദികൾ, ഇവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടവരാണ്, ഇവർ മുസ്ലിമീങ്ങളല്ല എന്ന് വരെ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. കണ്ടോ,
കള്ളൻ പിടിക്കപ്പെട്ടപ്പോൾ ആൾക്കാരെ കൂട്ടത്തു നിന്ന് കള്ളൻ വേറൊരാളെ ചൂണ്ടിയിട്ട് അതാ കള്ളൻ എന്ന് സ്വന്തം വിളിച്ചു പറഞ്ഞ പോലെ ആണ് ഇവരുടെ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സത്യത്തിൽ ഇവർ നമ്മോട് ചോദിക്കാറുണ്ട്, നബിദിനം ബിദ്അത്താണ് എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ചോദിക്കുന്നൊരു ചോദ്യം. അതാരാ ചോദിക്കുന്നത്? കിതാബ് ഓതി പഠിപ്പിച്ച മുസ്ലിയാക്കന്മാരാണ്. പരപ്പനങ്ങാടിയിൽ നടന്ന മുഖാമുഖത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിയാർ ചോദിച്ച ചോദ്യമാണ്, നബിദിനം പാടില്ല എന്ന് ഖുർആനിൽ എന്തൊരു ആയത്തോതാമോ? അതെങ്ങനെ ഓതല്? അത് നബിയുടെ കാലഘട്ടത്തിലുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കേ, അപ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നില്ലല്ലോ. എന്നാണോ ഈ നബിദിനാഘോഷം കടന്നു വന്നിട്ടുള്ളത്, അന്ന് മുതൽ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തോട് ചോദിച്ചില്ല, വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ അബുൽ ഫളൽ ഇബ്നു ഹജർ അൻ അമലിൽ മൗലിദ് ഫഅജാബ ബിമാ നസ്സഹു അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. ഇബ്നു ഹജർ അസ്കലാനിയോട് നബിദിനാഘോഷത്തെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? നബിദിനാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹീങ്ങളായ മുൻഗാമികളിൽ നിന്നൊരാളിൽ നിന്ന് പോലും അത് നിവേദനം ചെയ്തതായി വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള ആഘോഷമായി മാറുക? പിന്നെ എങ്ങനെയാണ് 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമുള്ളതായി മാറുക? പിന്നെ എങ്ങനെയാണത് അത് ആഘോഷിക്കുന്നവർ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് നോറ്റില്ലെങ്കിലും സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുക? അത് ആഘോഷിക്കാത്തവരെ പുത്തൻവാദികളായി, പ്രവാചകരോട് സ്നേഹമില്ലാത്തവരായി മുദ്ര കുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും എങ്ങനെ സാധിക്കും? തീർന്നോ? ഇമാം ഇബ്നുൽ ഹാജ് അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. ഹിജറ 737 വഫാത്തായ ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുകയാണ്, മൗലിദ് എന്നത് അവർ പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്തുകളിൽപ്പെട്ട ഒന്നാണ്. റബീഉൽ അവൽ മാസത്തിൽ അവർ ആഘോഷിക്കുന്ന മൗലിദ് ഏറ്റവും വലിയ ഇബാദത്താണ് എന്നും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശിആറാണെന്നും അവർ കരുതുന്നു. വഖദ് ഇഹ്തവ അലാ ബിദ്ഇ വമുഹറമാത്ത്. അത് മൊത്തത്തിൽ ബിദ്അത്തുകളും ഹറാമുകളും മാത്രമാകുന്നു എന്ന് അൽ മദ്ഖലിൽ ഇബ്നുൽ ഹാജി തങ്ങൾ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തീർന്നോ? ഇമാം ഷാത്തിബി അൽ മാലിക്കി റഹിമഹുല്ലാ ഹിജറ 790 വഫാത്തായ പണ്ഡിതനാണ്. നിഷേധിക്കാൻ കഴിയോ? അദ്ദേഹം പറയുന്നു, ഇന്ന് ആളുകൾ ആചരിക്കുന്നത് പോലെയുള്ള മൗലിദ് ആഘോഷം അത് പുത്തനാചാരമായ ബിദ്അത്താണ്. ലാ യജൂസുൽ വസിയ്യതു ബിഹി ഗൈറു നാഫിദ ബൽ യജിബു അലൽ ഖാദി ഫസ്ഖഹു. ഇനി അപ്രകാരം ഒരാൾ തൻ്റെ മരണാനന്തരമുള്ള വസിയ്യത്തിൽ എഴുതി വെച്ചാൽ പോലും ആ വസിയ്യത്ത് നടപ്പാക്കപ്പെടുകയില്ല. മറിച്ച് അത്തരം വസിയ്യത്തുകൾ ഖാദിമാർ സാധുവാക്കണം, അത് നഷ്ടപ്പെടുത്തി കളയണം എന്നുള്ളതാണ് ഫത്താവ ഷാത്തുബിയിൽ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർന്നോ? ഇമാം ഹാഫിദ് അബു സുർഅ അൽ ഇറാഖി റഹിമഹുല്ലാ ഹിജറ 836 വഫാത്തായ പണ്ഡിതനാണ്. അദ്ദേഹം നബിദിന ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? ലാ നഅലമു ദാലിക വലൗ ബിഇത്ആമി അത്ആം അനിസ് സലഫ്. അപ്രകാരം ചെയ്യൽ അഥവാ മൗലിദ് ആഘോഷിക്കൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഭക്ഷണം വിതരണം ചെയ്തെങ്കിലും ആദരിക്കൽ മുൻഗാമികളിൽ നിന്ന് ആരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായി നമുക്കറിയില്ല. അപ്പൊ ആരാണ് ഇപ്പൊ ഇമാമിങ്ങളെ തള്ളുന്നത്? ആരാണ് ഇപ്പൊ ഇമാമിങ്ങളെ കൊള്ളുന്നത്? ഒരു ഭാഗത്ത് മുജാഹിദുകൾ ഇമാമിങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്നും അവരൊക്കെ വലിയ ഇമാമിങ്ങളെക്കാൾ വലിയ അറിവുകൾ ചമയുന്നവരാണ് എന്നും പറയുന്ന വലിയ വായിൽ പറയുന്ന ഉസ്താദന്മാരുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അപ്പൊ എന്താണോ ഈ ആഘോഷം വന്നിട്ടുള്ളത്, അന്ന് മുതലുള്ള പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുമുണ്ട്. എന്നിട്ട് ഈ ബിദ്അത്തുകളൊക്കെ ഉടുക്കാനും പുതക്കാനും തിന്നാനും കുടിക്കാനും കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ നമുക്ക് നേരെ തിരിഞ്ഞു പറയാണ്, നിങ്ങളാണ് ബിദ്അകൾ, നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നൊക്കെ പറയുന്നതിൽ സഹോദര എന്തർത്ഥമുള്ളത്? ഇനി മാത്രല്ല, നമ്മുടെ നാടുകളിലെ സമസ്ത പള്ളികളിൽ ജുമാ ഖുതുബയായി ഓതാറുള്ള നുബാത്തി ഖുതുബയിൽ റബീഉൽ അവൽ മാസത്തിലെ ഒറ്റ ഖുതുബയിൽ പോലും പ്രവാചകന്റെ നബിദിനാഘോഷത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സൂചന പോലും അതിലില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ നോക്ക്, ആ 4 ഖുതുബയിലും റബീഉൽ അവലിൽ നുബാത്തി ഏടുകളിൽ സമസ്ത പള്ളികളിൽ എന്താ പറയുന്നത്? പ്രവാചകന്റെ വഫാത്തിനെ സുന്ദരമായി കൊണ്ട് പറയുന്ന ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പോയി
ഈ സമൂഹം എവിടെ എത്തിയെന്നറിയങ്ങൾക്ക്? എവിടെയാണ് ഈ സമൂഹം എത്തിയത്? യേശുവിൻ്റെ ജന്മദിനം, ക്രിസ്മസ്, അതുവരെ നമുക്ക് ആഘോഷിക്കാം. അത് നമ്മുടെ പ്രവാചകനാണ്, നമ്മുടെ മാത്രം പ്രവാചകനാണ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മളിനി ഓല പള്ളിക്കൊന്നും പോണ്ട, നമ്മളെ പള്ളി തന്നെ ചർച്ചാക്കി മാറ്റാമെന്നാണ് ഒരു മഹാനവറുകളായ മുസ്ലിയാർ പ്രസംഗിക്കുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ. ബർത്ത്ഡേ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട്. ഈസാ നബിന്റെ ബർത്ത്ഡേ അതും ചിലർ കൊണ്ടാടുന്നുണ്ട്. ഈസാ നബി നമ്മളെ നബിയാ. ഈസാ നബി അലൈഹി സ്വലാം നമ്മളെ നബിയാണ്. അപ്പൊ ആ യേശു ഇവിടെ അടുത്ത് വരാനിരിക്കുകയാണ്. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ്. അന്നലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ. അതിൽ കുഴപ്പമൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയില്ലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാർ പ്രത്യേകം കൊണ്ടാടുന്ന പരിപാടി ആകുമ്പോൾ അങ്ങോട്ട് നമ്മൾ ഓലെ ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ കൊണ്ടാടിയില്ലുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ അദ്ദേഹം പറഞ്ഞത്? ക്രിസ്മസ് ആഘോഷിക്കാൻ, അതായത് ഈസാ നബിയുടെ ജന്മദിനം നമ്മളാണ് ആഘോഷിക്കേണ്ട, ഓലല്ല. അതും കൂടെ ഏറ്റെടുത്തോളിഞ്ഞി. അള്ളാഹുവിൻ്റെ റസൂൽ അന്നേ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റാ വദിറാഅൻ ബിദിറാ. നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത പിന്തുടരുക തന്നെ ചെയ്യും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഹത്താ ലൗ ദഖലൂ ജുഹറ ളുബ്ബിൻ ലതബഅതുമൂഹും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരൊരു ഉടുമ്പിന്റെ ഇടുങ്ങിയ മാളത്തിലാണ് പ്രവേശിച്ചിരുന്നതെങ്കിൽ അവരെ പിൻപറ്റി നിങ്ങളും അതിൽ പ്രവേശിക്കുന്നതാണ്. ഖുൽനാ യാ റസൂലല്ലാഹ്. ഈമാനിന്റെ നിറകുടങ്ങളായ സഹാബ ചോദിക്കുകയാണ്, നബിയേ, അൽ യഹൂദു വൻ നസ്വാറ, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെയാണോ നബിയെ ഉദ്ദേശിച്ചത്? ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഖാല ഫമൻ, അല്ലാതെ ആരെയാണ്? അപ്പൊ ജൂത ക്രിസ്ത്യാനികളെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ഈ ഉമ്മത്ത് പിൻപറ്റുന്ന റസൂൽ അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജന്മദിനാഘോഷം എന്നുള്ളത് ഈ മതത്തിലെ അംഗങ്ങളുടെ ക്വാളിറ്റി അല്ല, അവരുടെ ഷിയാറുകളിൽപ്പെട്ടതല്ല. അത് ക്രൈസ്തവരുടെ, മറ്റു മതസ്ഥരുടെ ആഘോഷമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്ന നിഷ്പക്ഷരായ പാവപ്പെട്ട ആളുകൾ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്ന്. കാരണം അതിൽ പറയുന്നത് മദ്ഹല്ലേ, അന്നദാനമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സഹോദര, ഇസ്ലാമിലേക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സകല പ്രവൃത്തികളും പ്രവാചകന്റെ കയ്യൊപ്പില്ലാത്തതാണോ? തള്ളപ്പെടണം. ഖുർആനും സുന്നത്തുമാകുന്ന അളവുകോലുകൾ വെച്ചു നോക്കിയാൽ ആ അളവുകോലുകൾക്ക് പുറത്തുള്ളതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഹബീബായ പ്രവാചകനെ പിൻപറ്റേണ്ടതുണ്ട്. എങ്കിൽ അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അവിടുന്ന് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തിൽ നിന്ന് അവിടെ നിങ്ങളോട് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക. അപ്പം നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ബിദ്അത്തുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അ ഹത്താ യദഅ ബിദ്അതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എല്ലാ ബിദ്അത്തിന്റെ ആളുകളുടെയും പാശ്ചാത്താപം തൗബ അല്ലാഹ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ പരലോകത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന പാപങ്ങളൊന്നും അല്ലാഹ് പുറത്തു തരില്ല. ഏതുവരെ? ഹത്താ യദഅ ബിദ്അതഹു. അവൻ്റെ ആ ബിദ്അത്ത് അവൻ ഒഴിവാക്കുന്നത് വരെ എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തിൽ ഇത്തരം പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ്. മാ കാന ലഹുമുൽ ഖിയറതു സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമില്ല. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അവനാണ് തീരുമാനിക്കേണ്ടത് എന്ത് മതമാകണം, എന്ത് മതമാകാൻ പാടില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഇതാകുന്നു നേരായ വഴി,
ആ വഴിയിലേക്ക് കടന്നു വരിക. അല്ലാതെ ഷിയാക്കൾ കൊണ്ടുവന്ന, ഷിയാക്കളിൽ തന്നെ ഫാത്തിമികളാകുന്ന ഉബൈദികൾ കൊണ്ടുവന്ന ഈ പറയപ്പെട്ട പുത്തനാചാരം, ഈ പിഴച്ച ആഘോഷം അതൊരിക്കലും അഇമ്മത്തിൽ നിന്ന്, സലഫുകളിൽ നിന്ന് വന്നതല്ല. ഇസ്ലാമിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു വന്ന് പ്രവാചകന്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുകയും ഹാജിമാരെ കൊന്നൊടുക്കുകയും ചെയ്ത, ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ ഫാത്തിമ, അതുപോലെ തന്നെ ആയിഷ ബീവിയെ തെറിവിളിക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പല നിയമങ്ങളെയും കൊച്ചാക്കുന്ന, കളിയാക്കുന്ന ഷിയാക്കളാണ്, ഫാത്തിമികളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, പോയി ഈ റബീഉൽ അവ്വലിൻ്റെ ആഘോഷം എവിടെ എത്തി? ഇസ്ലാം ഹറാമാക്കിയ സംഗീതോപകരണങ്ങൾ വരെ സമൂഹമധ്യത്തിൽ, പൊതുമധ്യത്തിൽ, റോഡുകളിലിറങ്ങി യുവാക്കൾ ചാടിക്കളിച്ച് ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന രംഗം കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഇസ്ലാം ഹറാമാക്കിയ മ്യൂസിക്, സംഗീതം, അതെല്ലാം ഇട്ട് പരസ്യമായി ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കുവാൻ, കളിയാക്കുവാൻ ഈ വർഗം തുനിഞ്ഞിറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ വചനം മാത്രമാണ്. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രികീൻ. ഖുൽ പറയുക നബിയെ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, അതേ അല്ലാഹുവിലേക്ക് തെളിവോടെ, ഉൾക്കാഴ്ചയോടെ ഞാനിതാ നിങ്ങളെ ആളുകളെ ക്ഷണിക്കുകയാണ്. ഞാൻ മാത്രമല്ല, അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും ളലാലത്തിനെ ളലാലത്തായി തന്നെ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ അവജ്ഞതയോടുകൂടിയും ആ ളലാലത്തിനെ വലിച്ചെറിഞ്ഞ് ഹക്കിലേക്ക് കടന്നു വരാനുള്ള മഹത്തായ തൗഫീഖിന് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മയെല്ലാം യഥാർത്ഥ പ്രവാചക സ്നേഹികളാക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.